യെസ്, അപ്പോൾ ഞാനൊരു 6-7 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫോർക്ക് കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. യെസ്, ആ മസാലയൊക്കെ നമ്മൾ തേക്കുമ്പോൾ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ ആയതുകൊണ്ട് കുറച്ച് പാടുണ്ട്. യെസ്, അങ്ങനെ അതെല്ലാം കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാനിത് എന്തുണ്ടാക്കാൻ പോകാമെന്ന്. യെസ്, നമുക്ക് ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നു, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ അതിലേക്ക് കുറച്ച് ഗാർലിക്ക് അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ കുറച്ച് പെപ്പർ പൗഡർ, അതിലേക്ക് കുറച്ച് കേർഡ് തൈരും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കൻ പീസിലൊക്കെ പിടിച്ച് വരണം. നല്ലപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കിയിട്ട് നമുക്കൊരു 4-5 ഹവേഴ്സെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജ് വെക്കാം. ഇനി അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുത്ത് വെക്കാം. ഞാനൊരു മൈദ ഒരു 5-6 സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഓൾറെഡി ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യാറാകുമ്പോഴത്തേനും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കണം. പിന്നെ ഞാനൊരു 5-6 സ്പൂൺ മൈദ, ഒരു 2.5 സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തു, കുറച്ച് ചില്ലി പൗഡർ ഇട്ടു, കാശ്മീരി ചില്ലിയാണേ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. യെസ്, ഇനി കുറച്ച് പെപ്പർ പൗഡർ കൂടെ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. യെസ്, അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ ചിക്കൻ ഞാനൊരു 5-5.5 ഹവേഴ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല കളറുണ്ട്. അപ്പം ഞാനിതിൽ നിന്ന് നമ്മുടെ ചിക്കൻ പീസസ് എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുകയാണ്. ലെഗ് പീസ്, ചിക്കൻ പീസസ് എല്ലാം എടുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ്. യെസ്, ഇനി ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ലിക്വിഡ് ഫോമിൽ കിട്ടാനായിട്ട് ആ മസാലയിലേക്ക് ഞാൻ കുറച്ചുകൂടി തൈരും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതും കുറച്ച് ഒരു 2 ടീസ്പൂൺ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി തിക്കാവരുത്, കുറച്ച് ലൂസായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. യെസ്, അപ്പം ഞാൻ നല്ലപോലെ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്. യെസ്, ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ പീസ് എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് നേരെ അങ്ങ് ഫ്രൈ ചെയ്യാം. യെസ്, ഞാനിപ്പോൾ ഒരു കടായിൽ ഇവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ഒഴിക്കണത്. ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് കിടന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാനൊരു കാൽ ഭാഗത്തിന് മേതെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പീസ് എടുത്തിട്ട് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആ പൊടി അങ്ങോട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. എല്ലാ സൈഡിലും നല്ലപോലെ ഇങ്ങനെ പൊടിയിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. എണ്ണ അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. യെസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് പീസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് പീസ് ഞാനിവിടെ എടുത്തിട്ട് ഡിപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാറ്ററിലേക്ക് ഒരു മുട്ടയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് മുട്ട ചേർത്തിട്ടില്ല. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
യെസ്, നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഷേക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ 4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പീസും അത്യാവശ്യം ഫുൾ ഡിപ്പ് ചെയ്താണ് കിടക്കുന്നത്. ഫ്ലെയിം ഞാനൊരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ ഉള്ളിൽ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. യെസ്, ഇതാ നമ്മുടെ ചിക്കൻ്റെ ആ ടെക്സ്ചർ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ടൈം ആയിട്ടില്ല, നമുക്ക് ഒരു 5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് എടുക്കാം. ഇതുപോലെ ഫുള്ളി ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. ഇടയ്ക്കൊന്ന് സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. യെസ്, നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറമേ നിന്ന് കണ്ടിട്ട്. ടെക്സ്ചർ കറക്റ്റ് നമ്മൾ മേടിക്കുന്നതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേനും നമുക്കിത് മാറ്റാം. ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. യെസ്, ഇറ്റ്സ് ലുക്ക് യമ്മി. അപ്പോൾ നമ്മളൊരു 4 പീസ് ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടൊന്ന് കുറയട്ടെ. യെസ്, അപ്പോൾ സെക്കൻഡ് ട്രിപ്പിലൊരു 3 പീസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. യെസ്, അത്യാവശ്യം മീഡിയം പീസ് ആയതുകൊണ്ട് നമുക്ക് ഒരു ട്രിപ്പിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. യെസ്, നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെസ്, കഴിക്കുന്നേ ചിക്കനാണോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? യമ്മിയാണോ? യമ്മി ഒന്ന് പറഞ്ഞേ. യമ്മി യമ്മി. കഴിച്ചോ? യമ്മി ആണോ? യെസ്, നല്ല പുറമേ നല്ല ക്രിസ്പി, അകത്ത് നല്ലത് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.